നമസ്കാരം. സുദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. യോഗ എന്ന് പറയുന്നത് ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ്. ഇത് നമുക്ക് വളരെ അഭിമാനത്തോടെ തന്നെ പറയാം. പക്ഷെ ഇന്നത്തെ കാലത്ത് യോഗ അഭ്യസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ യോഗ ക്ലാസ്സിന് ചേർന്നു എന്ന് പറയുന്നത് എന്തോ ഒരു സ്റ്റേറ്റസിന്റെ സിമ്പലും ഒരു സൗന്ദര്യത്തിലേക്ക് അത് ഒതുങ്ങുന്ന അല്ലെങ്കിൽ സൗന്ദര്യം നിലനിർത്താനായി നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പ്രയത്നമായിട്ടാണ് യോഗ പലപ്പോഴും മാറുന്നത് അല്ലെങ്കിൽ ചുരുങ്ങുന്നത്. യഥാർത്ഥത്തിൽ അതാണോ യോഗ? യോഗയുടെ കാമ്പ് അല്ലെങ്കിൽ അതിന്റെ ആത്മാവ് എന്താണ് എന്നുള്ളത് നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് മറന്നു വരികയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന ഒരു കാര്യം. യോഗയെക്കുറിച്ചും യോഗയുടെ ആത്മാവിനെ കുറിച്ചും യോഗ എന്നത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ, അതിൽ നിന്നും ഇന്ന് എന്തായി മാറി, നമ്മൾ തിരിച്ചെന്തിലേക്ക് പോകണം, ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ നമ്മളോടൊപ്പം എന്നുള്ളത് ഷൈലജ മേനോനാണ്. ഷൈലജ മേനോനെ കുറിച്ച് പറയാനാണെങ്കിൽ ഷീ ഈസ് ഡെഫിനറ്റ്ലി എ ബ്യൂട്ടിഫുൾ വുമൺ. പക്ഷെ അതിനുമൊക്കെ അപ്പുറം ഷീ ഈസ് എൻ ഓതർ, ഒരു സ്പീക്കറാണ്. പിന്നെ അതിനുമൊക്കെ അപ്പുറം ഷീ ഈസ് എ യോഗ ടീച്ചർ. യോഗ ടീച്ചർ എന്ന് പറയുമ്പോൾ യോഗ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ബ്യൂട്ടി മെയിൻ്റനൻസ് എക്സസൈസ് ആയിട്ട് മാത്രമല്ല, അതിനുമൊക്കെ അപ്പുറം ഒരു മാനസ യോഗ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ട്രീം അല്ലെങ്കിൽ പ്രത്യേക ബ്രാഞ്ച് ഓഫ് യോഗയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് യോഗ ഫോർ ദി മൈൻഡ്, മനസ്സിനെ എങ്ങനെ യോഗയ്ക്ക് ഹീൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ മനസ്സിനെ സന്തോഷമാക്കി വെക്കാം, യോഗയ്ക്ക് എങ്ങനെ അത് കഴിയും എന്നുള്ളതിനെ കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ മേഖലയിൽ മലേഷ്യയിൽ പ്രവർത്തിക്കുന്ന ഷൈലജ മേനോനാണ് ഇന്ന് നമ്മുടെ അതിഥി. നമുക്ക് ഷൈലജയോട് കൂടുതൽ സംസാരിക്കാം. ഹലോ, വെൽക്കം ടു സുദിനം ഷൈലജ. മനസ്സിന്റെ സൗന്ദര്യത്തിന്റെയും മുഖത്തിൽ എന്താ പറയുക, ഇപ്പൊ നമ്മൾ കാണുന്ന ചിരിയുടെ രഹസ്യത്തിനെ കുറിച്ചും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഷൈലജ മേനോനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. യോഗ ശക്തി എന്ന പുസ്തകമാണ്. ശരിക്കും യോഗയുടെ ശക്തി യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അതാണ് ഏറ്റവും പ്രധാനം, അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഞാൻ ഒന്നിപ്പം മറച്ചു നോക്കിയപ്പോൾ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മളോട് തന്നെ ചോദിക്കുന്ന പല ചോദ്യങ്ങളുമാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളത്, എന്താണ് ഇതിലേക്കൊക്കെ ശൈലജയെ നയിച്ചത് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലെ. സോ ഷൈലജ, ടെൽ മീ, കഴിഞ്ഞ 20 വർഷമായിട്ട് മലേഷ്യയിലാണ്, പക്ഷെ പഠിച്ചതും വളർന്നതും ഒക്കെ കോയമ്പത്തൂരായിരുന്നു. അവിടുന്ന് മലേഷ്യയിലേക്ക് പിന്നെ യോഗയിലേക്ക് എങ്ങനെയാണ് ആ യാത്ര? എനിക്ക് സ്റ്റുഡൻറ് ഡേയ്സ് തൊട്ട് തന്നെ യോഗയിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കാം ഐ couldn't deal with stress very well. അപ്പോൾ എപ്പോഴും എനിക്ക് ഈ തലവേദന വന്നിരുന്നു. ആൻഡ് മൈ ഡാഡ് ഒരു ഡോക്ടർ ആയിരുന്നു കോയമ്പത്തൂരിൽ. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും യു ഹാവ് ടു ഫൈൻഡ് വേസ് ടു ഡീൽ വിത്ത് സ്ട്രെസ്. അതിനെ സ്ട്രെസ് ഹെഡേക്സ് എന്നാ പറയാ. അപ്പോൾ ഞാൻ കോളേജിലുള്ളപ്പോൾ സമയത്ത് തന്നെ ഞാൻ എൻ്റെ അമ്മേനെയും കൂട്ടി മെഡിറ്റേഷൻ കോഴ്സ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കാം എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ ഒരു ലീനിങ് ഉണ്ടായിരുന്നു ഈ യോഗയിലേക്കും മെഡിറ്റേഷനിലേക്കും ഒക്കെ. അങ്ങനെ പിന്നെ കോയമ്പത്തൂരിൽ ഞാൻ ഒരു ഭയങ്കര കംഫർട്ട് സോണിൽ ജീവിക്കായിരുന്നു. കല്യാണം കഴിഞ്ഞ് മലേഷ്യയിൽ പോയപ്പോൾ ഒരു അൺകംഫർട്ടബിൾ സോണായി. അപ്പോൾ ഐ തിങ്ക് വി ഓൾ സ്റ്റാർട്ട് സെർച്ചിങ് ലൈഫിനെ പറ്റിയും നമ്മളുടെ റോൾ ഇൻ ലൈഫിനെ പറ്റിയും. അങ്ങനെ ദാറ്റ് സെർച്ച് ലെഡ് മീ ടു യോഗ പ്രാക്ടീസ്. ഞാൻ കോയമ്പത്തൂർ വന്നപ്പോൾ തന്നെ ദേ ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ സെന്റർ ദേ, ഇന്റഗ്രൽ യോഗ എന്ന് പറഞ്ഞിട്ട് സ്വാമി സച്ചിദാനന്ദ ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. എൻ്റെ ഫസ്റ്റ് ക്ലാസ് തന്നെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പീസും ഒരു റിലീസ് മാതിരിയൊക്കെ കിട്ടി. അപ്പോൾ ഐ വാസ് ജസ്റ്റ് ഹുക്ഡ് ഓൺ ഇറ്റ്. എനിക്ക് എപ്പോഴും അറിഞ്ഞു ഫ്രം ദാറ്റ് ക്ലാസ് ഐ ന്യൂ ദിസ് വാസ് സംതിങ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ലെറ്റ് ഗോ ഫ്രം മൈ ലൈഫ്. ആക്ച്വലി നമ്മൾ യോഗയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നതാണ് യോഗ വളരെ കറക്റ്റായ രീതിയിൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നവരൊക്കെ പറയുന്ന കാര്യമാണ് ഭയങ്കര മനസ്സിനൊരു സുഖം, ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടും. എന്നാൽ ചിലർ പറയാറുണ്ട് എനിക്ക് യോഗ ചെയ്തിട്ട് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. സോ എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട്? എങ്ങനെയാണ് യോഗയെ നമുക്ക് എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക? എങ്ങനെ ചെയ്താലാണ് സ്നേഹിക്കാൻ കഴിയുക? ബിക്കോസ് എനിക്കറിയാം ഒരുപാട് പേര് പറഞ്ഞത് എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല യോഗ ചെയ്തിട്ട്. എന്തുകൊണ്ടായിരിക്കും? ഞാൻ വിചാരിക്കുന്നത് ഐ വാസ് റിയലി ബ്ലെസ്ഡ് വിത്ത് ഗുഡ് ടീച്ചേഴ്സ്. അപ്പോൾ മലേഷ്യയിൽ പോയപ്പോഴും മൈ ടീച്ചർ മനോജ് കൈമൽ, ഹു ആക്ച്വലി ഈസ് ദ ഫൗണ്ടർ ഓഫ് മാനസ യോഗ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റൈല്, the focus there was the mind. And it was exactly like what I was looking for. Appo enikku I think you need to find the fit. Appo I completely resonated with his teachings and the focus on the mind because enikku adayirunnu issue, right? Ee headaches stress adokke. Appo enikku adondu bayangara oru relief kitti. കുറെയൊക്കെ ഗുരുവിന്റെ കയ്യിലാണ്. അതെ. അപ്പോൾ ഐ ഓൾവേസ് ഫീൽ നമുക്കൊരു ഭാഗ്യ ശരിക്കും ഒരു നല്ല ടീച്ചറിനെ കിട്ടാനും ടു ബി ഏബിൾ ടു ഗ്രോ ഇൻ ദാറ്റ് പാത്ത്.
അപ്പോൾ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ്ങും വേണം. അപ്പോൾ നമ്മൾ ഇതിനെ വെറുതെ ഒരു എക്സസൈസ് മാതിരി ചെയ്താൽ, വിച്ച് ഇസ് ഹൗ യോഗ ഇസ് ഗ്രോയിങ് ദീസ് ഡേയ്സ്. ജിമ്മിലൊക്കെ വന്നിട്ട് ദോ ഇസ് ബിക്കമിങ് പോപ്പുലർ, അതിൻ്റെ ഒരു എസൻസ് പോവാ. അതും എക്സസൈസും എന്താ വ്യത്യാസം ആൾക്കാർക്ക് അറിയില്ല. ഞാൻ യോഗ ക്ലാസ് ചെയ്യാൻ ഒരു എക്സസൈസ് മാതിരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ശരിക്കുള്ള ടീച്ചർ ഉണ്ടായാൽ they will guide you towards towards your mind, towards your own self, towards your own body. Appo I think that is important, the way you are taught and the understanding that you have of the practice. മാനസ യോഗ അല്ലേ, അങ്ങനെയാണ് ഇതിനെ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബ്രാഞ്ച് ഓഫ് യോഗ എന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയും. അപ്പം ഈ യോഗ ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് നമുക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നത്? ഇസ് ഇറ്റ് ലൈക്ക് നമ്മുടെ ബ്രെത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണോ, നമ്മുടെ ശ്വാസത്തിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണോ? എന്താണ് യോഗയിലൂടെ പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ആ ഒരു കണക്ട്? ആ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവണം. ഇത് നമ്മൾ നമ്മുടെ സേജസ് മാത്രം പറയണതല്ല, ഇന്ന് സയൻസും അതന്നെയാ പറയണത്. ടു മീ ഐ ഓൾവേസ് ഫീൽ ഈ സയൻസ് ഇസ് കാച്ചിങ് അപ്പ് വിത്ത് യോഗ. അപ്പോൾ ദ മൈൻഡ്, ദ ബോഡി, ദ ബ്രെത്ത് ആർ ഓൾ കണക്റ്റഡ്. അപ്പോൾ നമ്മൾ വല്ല ആസന ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് നമ്മൾ ബോഡി ഓറിയന്റേഷൻ മാത്രമേ നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷെ നമ്മളൊരു സ്ട്രെച്ചിനെ ഒരു ആസന ആക്കണമെങ്കിൽ അതിന് നമ്മൾ ആ ബ്രെത്തിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവണം, അതിൻ്റെ നമ്മുടെ മനസ്സിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ എല്ലാം കൂടിയും ചെയ്താൽ അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേറ്റ് കിട്ടും. ബിക്കോസ് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല. നമ്മൾ ആസന ഒരു സ്ട്രെച്ച് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് എന്താ ചെയ്യാൻ പോണ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെഡ് ലൈൻ ഉണ്ട്, അതിനെ പറ്റി ആലോചിച്ചാൽ അപ്പോൾ അത് വെറുതെ ഒരു സ്ട്രെച്ച്, ഒരു ഫിസിക്കൽ പ്രാക്ടീസ് മാതിരിയാവും. പക്ഷെ നമ്മൾ ശരിക്കും രീതിയിൽ ചെയ്താൽ നമ്മൾ ബ്രീതിങ് പ്രാക്ടീസ്, അതിൻ്റെ ബ്രെത്തിന്റെ റിതം നോക്കിയിട്ട് നമ്മളുടെ മനസ്സിനെ അതിൽ അബ്സോർബ് ആയിട്ട് നോക്കാൻ ആലോചിച്ചാൽ അപ്പോൾ അങ്ങനെ ശരിക്കും നമുക്ക് ആ ഒരു റിലീസ് കിട്ടും മൈൻഡിന്. അല്ലെങ്കിൽ നമുക്ക് വല്ല സ്ട്രെസ്, നിങ്ങൾ തന്നെ ആലോചിക്കും, ഒരു സ്ട്രെസ് വന്നാൽ, ഒരു വറി വന്നാൽ അതെന്നെ നമ്മുടെ മൈൻഡ് ഒരു ബ്രോക്കൺ ടേപ്പ് റെക്കോർഡർ മാതിരി അതെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അതിനൊരു റിലീസ് കിട്ടണം. അപ്പോൾ ഈ റിലീസ് കിട്ടുന്നത് നമ്മൾ നമ്മുടെ ഫോക്കസ് ബോഡി ആക്കാനും ഈ ബ്രെത്തിലേക്കും കൊണ്ടുവരുന്ന, അപ്പൊ നമുക്ക് ആ റിലീസ് കിട്ടും ഫ്രം ദാറ്റ് ഗ്രിപ്പ് ഓഫ് ദാറ്റ് കമ്പൾസീവ് തിങ്കിങ്. അല്ലെങ്കിൽ നമ്മളൊരു ശരിക്കും നോക്കിയാൽ ഒരു വറി ഉണ്ടെങ്കിൽ വി കനോട്ട് ലെറ്റ് ഇറ്റ് ഗോ. സത്യം. പക്ഷെ ദ ഫോക്കസ് നമ്മൾ യോഗ ക്ലാസ്സിലേക്ക് വരുമ്പോൾ വി ആർ ടോട്ട് to bring your mind to your body, bring your mind to your right big toe, bring your mind to your pelvic floor. Angana we are taught to shift the mind. Appo we learn the tools to be able to release the mind from the grip of these compulsive thinking. Very good. So എന്തൊക്കെയാണ് ലൈക്ക് ഇങ്ങനെ ഒരു യോഗ ഇൻസ്ട്രക്ടർ എൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും എന്തെങ്കിലും ഒന്ന് രണ്ട് നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇറ്റ് മൈറ്റ് ബി കോംപ്ലിക്കേറ്റഡ്, പക്ഷെ അതിനെ എങ്ങനെ സിമ്പിൾ സ്റ്റെപ്സിലൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നാൽ അത് നമ്മുടെ ഓഡിയൻസിന് യൂസ്ഫുൾ ആയിരിക്കും. ഐ ഓൾവേസ് തിങ്ക് ഇറ്റ്സ് ട്രൂ വാട്ട് യു സേ. നമ്മൾ വല്ല കോംപ്ലിക്കേറ്റഡ് പൊസിഷൻ, ഇപ്പോൾ യോഗ പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ബോഡി ഒരു പ്രെറ്റ്സൽ മാതിരി ഏതോ ഒരു കോംപ്ലിക്കേറ്റഡ് പൊസിഷനിലാക്കുന്നത്. അപ്പോൾ നമ്മളത് ആലോചിച്ചിട്ട് ഇന്ന് കാലത്തും കൂടി I was have a conversation with an aunt I'm staying with. എനിക്കൊന്നും പറ്റില്ല അത്. So I was just saying that might be the ultimate position, കുറേ കൊല്ലം years of practice കഴിഞ്ഞിട്ട്. പക്ഷെ നമുക്ക് we always can begin where we are. And we just focus on what we can do. നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യം ആലോചിച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. So I always listen, that line that says the journey of 1,000 miles begins with a single step. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളുടെ what is our situation, right? അത് ആലോചിച്ചിട്ട് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യാം. എന്നിട്ട് അത് റെഗുലറും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ eventually we'll be able to get there. But the key is consistent practice. അപ്പോൾ it's like a skill. Our body needs to go through that drill. That goes through the regular pattern of exercise. In the skill padikyananiyum, we need to be able to do it consistently. Nammal piano padikano, my son plays the tabla, to learn the tabla, to be good at anything. Similarly, നമ്മുടെ ബോഡി ഒരു ആസനം ചെയ്യണമെങ്കിലും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. 2 ദിവസം ചെയ്തിട്ട് ഇനി എനിക്കിത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടാൽ that's the end of it. പക്ഷെ ഓൾവേസ് ആ ഒരു ഫിലോസഫി വേണം, that we just focus on what we can do, we begin where we are, and to know that with consistent practice we will get there. And that's why I always say നല്ല ടീച്ചർ ഉണ്ടായ you will definitely be, നമ്മൾ എല്ലാ പ്രാവശ്യം we get disheartened. നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് ശരിയാവില്ല, അത് നമുക്ക് പറ്റില്ല, പണ്ടേ ചെയ്യായിരുന്നു, ഇതൊക്കെ ചെറുപ്പകാലത്ത് തുടങ്ങണം. So these are all constant things എപ്പോഴും ഞാൻ കേൾക്കും സ്റ്റുഡൻസിന്. പക്ഷെ നമ്മൾക്ക് ആ ഒരു ടീച്ചർ ക്ലാസ് പോയാൽ ടീച്ചർ will encourage you. It's good where you are, you're doing better than what you did yesterday. എന്നിട്ട് നമ്മുടെ ബോഡിക്ക് ഒരു ജേർണി ഉണ്ട്. It's been through so many problems. ഞാൻ പറയാം ഒരു ടീച്ചറായിട്ട് have a broader
perspective. Appo I see students spinal problems aayittu, back problems aayittu, brain surgery gooding cheyitte enike students undu. Appo to me it's even fantastic they're even here in class and they're doing all this. Appo I always say namukku nammade body oru journey cheyittund. Appo nammal vera aalkare nokkittu കാര്യമില്ല. നമ്മൾ നമ്മുടെ ബോഡിക്ക് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യാം. പക്ഷെ അത് കൺസിസ്റ്റൻസി ഈസ് ദ കീ. കുറ്റാക്കൂരിട്ട് ഹിമാലയൻ വനാന്തരങ്ങളിലൂടെ ഒറ്റയ്ക്ക് ബൈക്ക് ഓടിച്ചു വരുന്ന ഞാൻ ഒരു മിനിറ്റ്, ഈ ഫ്ലേവർ ഒന്ന് മാറ്റി പിടിക്കും. ചോക്ലേറ്റ് മതി, ചോക്ലേറ്റ് ആയി പെട്ടെന്ന്. പാലാരി വെട്ടത്ത് വെച്ച് പട്ടി വട്ടം ചാടി കൈ ഒന്നു, അത് മതി. നേരെ വാ, നേരെ വാ. മിൽമ ഐസ്ക്രീം പോലെ ജാടയില്ല, ഡ്രാമയില്ല. ശുദ്ധമായ പാൽ, ഇഷ്ടമുള്ള ഫ്ലേവർ. മിൽമ ഐസ്ക്രീം, മധുരം, സൗഹൃദം. സോ ഞാൻ ഈ ബുക്ക് ഇങ്ങനെ ജസ്റ്റ് മറിച്ച് നോക്കായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ദ സീക്രറ്റ് ടു ലെറ്റിംഗ് ഗോ. അത് നമ്മൾ പലപ്പോഴും ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ വിചാരിക്കും ഹൗ കെൻ ഐ ജസ്റ്റ് ഇഗ്നോർ, ഹൗ കെൻ ഐ ജസ്റ്റ് ലെറ്റ് ഗോ ഓഫ് സർട്ടൻ തിങ്സ് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. അതെങ്ങനെയാ വിട്ട് കളയുക? എല്ലാവരും പറയും നീ അത് വിട്ട് കളയുക, പക്ഷെ പറയാൻ എളുപ്പമാണ്, ശരിക്കും നമുക്ക് വിട്ടുകളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. വെറുതെ ഞാൻ മറിച്ചപ്പോൾ തന്നെ വന്നത് സീക്രറ്റ് ടു ലെറ്റിംഗ് ഗോ എന്നാണ്. അപ്പൊ ശരിക്കും അത് എന്താണ് ഈ സീക്രറ്റ് എന്ന് അറിയാൻ ഒരു ആകാംക്ഷ നമുക്കൊക്കെ ഉണ്ടാവും. മുഴുവൻ അല്ലെങ്കിലും ചെറിയൊരു സീക്രറ്റ്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഇപ്പൊ എല്ലാ പോസ്റ്റും ലെറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ എന്നൊക്കെ കുറെ കേൾക്കും. ഹൗ ഡു യു ലെറ്റ് ഇറ്റ് ഗോ? അപ്പൊ ഞാനും എന്റെ ലൈഫിൽ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് where something just consumes you, right? And it's like how do you let it go? പക്ഷെ I have understood that the secret to letting go is to really shift your focus. നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ഫോക്കസ് ടു ഏരിയാസ് ഓഫ് അവർ ലൈഫ്സ് ദാറ്റ് വർക്ക്. See, നമ്മുടെ mind is a very funny thing. It actually, there's a term for it, a scientific term. They call it a negativity bias. Negativity bias. Okay. They say that if 90% of our life is going well and 10% of our life is not going well, the mind will focus on the 10% that's not going well. Exactly. Right? If 100% have congratulated you and 1% didn't, you will focus on the 1%. Ayala enne vishayidilla. That's a natural tendency aanu. But when we understand that the mind can be molded, right? We don't have to live with it. We can consciously create the state of mind that we choose. Okay, by understanding that this is the nature of the mind. Right. But we don't have to live with that. Correct. Okay. Right? So consciously focusing on practices like gratitude practices, learning how to shift your focus. Right? Nammude yoga class le vanna, the first thing we do is really something sitting practice. The first thing we do is focus on your mind. Yatha mana, where is your mind? So you learn to actually be objective about the mind. Okay. Usually what happens in our life, we flow with the mind. But in yoga class you learn to take one step back and you learn to witness the mind. Okay. And that puts some space. Then we understand that even when a negative thought comes, we don't have to identify so much with it. We say, that's just a thought. I can just let it go. Right? Some disappointment comes. Then our mind is like that. It'll say, oh, nothing works out for me. But then if you're more aware of yourself and you're aware of your thoughts, then you'll say, that's not exactly true. Right? Brilliant. Most things work out. This thing didn't work out. So we learn to not take every thought that comes up in our head like the gospel truth. And we learn to dissect our thoughts. And that comes with awareness. This ability to distinguish our thoughts, it really begins with the body. Appo nammal yoga class varumbo, nammal asana cheyumbo, we learn to become more aware and conscious. Right? Right hand, right leg, left leg. And slowly that awareness, okay, how is my breathing going? And then it goes to the mind, right? Now what am I thinking? Am I focused on my body or am I thinking about how well the next person is doing and how badly I am doing? Right? Or awareness. That is really the gift of the yoga practice. That awareness is what helps us even in our minds later on. Nammalingane negative thoughts aalokkumbo and we realize, okay, this is not a great place for me to be. Let me shift, let me focus on something else. Appo when we consciously focus on the body, we try to stretch the body. When we focus on regulating the breath, or we consciously shift our minds to good things, right? To areas of our lives that work. Then we have the tools, right? We have to keep practicing it. It's not going to happen the first time. But we at least have a path. Right. Where otherwise we just are one with the mind. And we just flow with the mind. So we have no say. I always say, the mind is like very tyrannical, we are like slaves, enslaved.
right? Which is why that even the title of my book, that Shakti, came in, right? Yoga Shakti. Because the more we connect to these practices, we become empowered, right? We have some tools to stand up, right? എന്തായാലും മലേഷ്യയിൽ you have your own class, അല്ലേ? ഒരു നല്ല ഗുരു അല്ലെങ്കിൽ ഒരു നല്ല ടീച്ചറാണ് ഇതിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞു. ഐ എം ഷുവർ യുവർ സ്റ്റുഡൻസ് ഹാവ് എ ഗ്രേറ്റ് ടീച്ചർ. അപ്പം അവിടെ എന്താണ്, ഹൗ ഇസ് യുവർ ക്ലാസിന്റെ പേര്, വാട്ട് ഇസ് യുവർ സ്റ്റുഡിയോസ് നെയിം, ആൻഡ് എങ്ങനെയാണ് അവിടെ കുട്ടികൾ ഏത് ഏജിലൊക്കെ ഉള്ള കുട്ടികളാണ് വരുന്നത്? ഒരു കൂടുതലും അഡൾട്ട്സ് ആണോ കുട്ടികളാണോ കൂടുതലും വരുന്നത്? എന്റെ സ്റ്റുഡിയോന്റെ പേര് മാറ്റ് ആൻഡ് ബിയോണ്ട് യോഗ സ്റ്റുഡിയോ ആണ്. മാറ്റ് ആൻഡ് ബിയോണ്ട് യോഗ. അപ്പോൾ ആ പേരും കൂടി വാസ് റിയലി to reflect the profoundness of the practice. നമ്മളെപ്പോഴും ഞാൻ യോഗ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു ക്ലാസ്സിലേക്ക് പോയി ആ ക്ലാസ് കഴിഞ്ഞിട്ട് അത് അവസാനിച്ചു. പക്ഷെ യോഗ ശരിക്കും അങ്ങനെയല്ല. നമ്മൾ യോഗ ക്ലാസ്സിൽ വി ക്രിയേറ്റ് ദാറ്റ് സ്പേസ് to get some insights. So നമ്മൾ നമ്മുടെ ബോഡിനെ ഫോക്കസ് ചെയ്യുമ്പോൾ, നമ്മൾ നമ്മുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടും നമ്മളെ പറ്റി. ആൻഡ് ഇവൻച്വലി വി ടേക്ക് ദാറ്റ് ഇൻസൈറ്റ് ഇൻ ടു അവർ എവറി ഡേ ലൈഫ്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മൾ when we're reacting badly, that insight comes in that I'm always being negative about this, or I'm always reacting to this, or I don't like somebody overtaking me, I'm comparing myself always with somebody else. അപ്പോൾ that insight affects our everyday life. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് സ്റ്റുഡിയോന്റെ പേര് വന്ന് മാറ്റ് ആൻഡ് ബിയോണ്ട് യോഗ സ്റ്റുഡിയോ. അതായത് മാറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ മാത്രമല്ല, മാറ്റിനും അതീതവും അപ്പുറവുമാണ് യോഗ എന്നത്. അപ്പൊ മോസ്റ്റ്ലി അഡൾട്ട്സ് ആണ് കൂടുതലും. അതെ, പക്ഷെ ഐ ഹാവ് എ ചിൽഡ്രൻസ് ക്ലാസ്, ഒരു 10-15 സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. ആൻഡ് അവരൊക്കെ കുറെ എൻ്റെ മകൻ്റെ മാതിരി ഫ്രം ചെറുപ്പം തൊട്ട് എൻ്റെ കൂടെ ഉണ്ട്. And it's a really wonderful thing. Like I love watching them grow with this awareness. Appo at the end of the class also, we all sit down in a circle. In that I talk about different concepts. I try to bring the philosophy into it. Appo I talk about this concept of athana parati manasa yoga. That's their first principle. Appo it simply means being present. Right? It sounds simple, but we are never present. I always say we live very disjointed lives. നമ്മൾ കുട്ടികളുടെ കൂടെ ആണെങ്കിൽ നമ്മൾ വർക്കിനെ പറ്റി ആലോചിക്കുന്നുണ്ടാവും, വർക്കിലാണെങ്കിൽ നമ്മൾ ഹോളിഡേയെ പറ്റി ആലോചിക്കുന്നുണ്ടാവും. So we never get it all together. കാര്യം ചെയ്യുമ്പോൾ അതിൽ അന്നത്തേതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് യോഗയുടെ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് വരും. ബിക്കോസ് ദാറ്റ്സ് വാട്ട് മേക്സ് ഇറ്റ്. ഈ ആസനം പറയുന്നത് ഒരു സ്ട്രെച്ച് മാത്രമല്ല, നമ്മുടെ മനസ്സും കൂടിയും അവിടെ വന്നിട്ട് അബ്സോർബ് ആവണം. അപ്പൊ അതിന് ആ എബിലിറ്റി ടു, ആ ഒരു അവയർനെസ് ആദ്യം ഉണ്ടാവണം, നമ്മുടെ മനസ്സ് എവിടെയാ. സോ ദാറ്റ് ഇസ് വൈ ദിസ് ക്വസ്റ്റൻ ഓഫ് യഥാമന, വേർ ഇസ് യുവർ മൈൻഡ്, അത് ക്ലാസ്സിൽ മാത്രമല്ല, ബട്ട് ത്രൂ ഔട്ട് ദ ഡേ ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ക്യാൻ ആസ്ക് അവർ സെൽഫ്സ്. റൈറ്റ്? നമ്മളൊരു ഐ ഓൾവേസ് തിങ്ക് ഈ ഒരു വൺ പ്രിൻസിപ്പിൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഇറ്റ് ആക്ച്വലി എൻഹാൻസസ് എവറി aspect of our life. Our every relationship gets enhanced. Because നമ്മുടെ മക്കളുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ യൂഷ്വലായിട്ട് ആലോചിച്ചാൽ ശരിക്കും we are not with them. ഫിസിക്കലി നമ്മുടെ ബോഡി അവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ മനസ്സ് എപ്പോഴും വേറെ എന്തൊക്കെയോ ചിന്തിക്കായിരിക്കും. ഞാൻ ഒരാൾ എൻ്റെ അടുത്ത് പറയായിരുന്നു, I was watching Niagara Falls, but I was so worried about whether I make it for my flight. അപ്പോൾ so that is the thing, we can be in the most beautiful places, പക്ഷെ നമ്മുടെ മനസ്സ് അവിടെ ഇല്ലെങ്കിൽ it's just pointless. Like we just flow on a very superficial level. അപ്പോൾ ഞാൻ എപ്പോഴും പറയും to experience the beauty of life, right? The laughter of your child, to even hear all that. Because we are so like നമ്മളൊരു ഭയങ്കര ബിസിനെസ്സിൽ നമ്മുടെ ലൈഫ് പോവാ. പക്ഷെ അത് കുറേയൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെയും കൂടിയാണോ? ഡു യു തിങ്ക് വി ഷുഡ് നോട്ട് ഇത്രയും ഒരു പണ്ടത്തെ കാലത്തെക്കാട്ടിലും ഇന്ന് എല്ലാവരും കൂടുതൽ ബിസിയാണ്? ഇസ് ഇറ്റ് ഫോർ ദി റൺ ഫോർ മണി, മോർ എന്താ പറയാ, കുറച്ച് കൂടുതൽ ലക്ഷറി, അതിനുള്ളൊരു ഓട്ടത്തിൽ അതിനാണോ? പക്ഷെ അതോ അതെല്ലാം ആണെങ്കിലും യു തിങ്ക് ഈ ടൂൾസിലൂടെ യു ക്യാൻ സ്റ്റിൽ ഫൈൻഡ് ഹാപ്പിനെസ്? I think the key should be awareness. We can do a lot of things. It does not mean that we have to stay home. പക്ഷേ awareness and consciousness is what we should raise in our lives. And with that, we have the tools to actually have a meaningful life. So, like, it's not like I've seen extremely busy people. Because of that awareness and that connection with themselves, every aspect of their life flows well. Excellent. പക്ഷെ നമ്മൾ ആ ഒരു അവയർനെസ് ഇല്ലെങ്കിൽ, then even the time, even if you have 5, you can make that 5 minutes with your child so meaningful. Productive. Right? Otherwise, you're just sitting there and you're still stressed about work. അപ്പോൾ ആ എബിലിറ്റി ടു സ്വിച്ച് ഓഫ്, റൈറ്റ്, ടു റിയലി ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവണം. നമ്മുടെ മനസ്സ് എവിടെയാ, വേർ ഇസ്, വാട്ട് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് അവർ മൈൻഡ്, ആർ വി ഏബിൾ ടു ഫോക്കസ് ഓൺ ദ ചൈൽഡ്, ഓർ ആർ വി ഏബിൾ ടു ഫോക്കസ് ഓൺ ദ ബ്യൂട്ടി ഇൻ ഫ്രണ്ട് ഓഫ് us. ആ ഒരു അവയർനെസ് ഇസ് ദ കീ. Then busyness, not busy, all that is relative. But awareness is the key to do everything with consciousness, with awareness. And that is the beauty, I say, the gift of the yoga practice. ഞാൻ ബുക്ക് നോക്കുമ്പോൾ ഇതിൽ ധാരാളം ഇമേജസ് ഉണ്ട്. ഈ ഇമേജസ് ഒക്കെ കാണുമ്പം എല്ലാവരും വിചാരിക്കേണ്ട ഇതൊക്കെ വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല, ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാ കവർ പേജിൽ തന്നെ ഇതിൽ ഒരു കാലം എവിടെ പോയി കാണുന്നില്ലല്ലോ,
ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെയുള്ള ചിന്തകൾ, ദൈവമേ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല എന്നൊക്കെയുള്ള ചിന്തകൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇന്ന് ശൈലജ ഇവിടെ കാണിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോസസ്, അല്ലെങ്കിൽ എല്ലാവരും വളരെ ചിരിച്ചു തള്ളുന്ന ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള ലൈറ്റായിട്ട് കണ്ട് തള്ളുന്ന ഈ പോസസിനൊക്കെ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് അവിടെ എത്താൻ കഴിയുക എന്ന രീതിയിലാണ് ശൈലജ ഇന്ന് കാണിക്കുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരോട് ഇൻസ്പിറേഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്പയറിംഗ് ആയിട്ട് അവരെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? ബിക്കോസ് ഐ എം ഷുവർ ദീസ് ഇമേജസ് കാണുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും വിചാരിക്കും 20 വർഷം പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് ഇവരിനി ഞങ്ങളെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം വെറുതെ അത് നേരെ നിൽക്കുമ്പോൾ പോലും യുവർ പോസ്ചർ ഇസ് സോ റൈറ്റ്. അപ്പം ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്നവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വാട്ട് ആർ യുവർ വേർഡ്സ്? Always when I tell people, I always hear this, age is a factor. But I am today being able to do more. I am not joking. I am stronger, more flexible and more calm in my mind today than I was when I was 20. The yoga practice only lifts your life. I was mentioning that earlier, right? Just start where you are. Do what you can. Be consistent with your practice and you will be amazed at the result. I've heard this very beautiful line, right? So it says that it is a responding universe, right? And similarly, I always feel it's a responding body. Okay. So the body will respond. And the call is by making the effort to open the mat and do the practice. See, nothing is going to change. But when we make that effort, when we take those baby steps, right? When we do what we can, then the body will respond and you will be amazed at what you can do. I like the student, like I told you, who had a brain surgery. I mean, today she's practicing her headstand and trying to get her balance, and she's 60 plus years old. Wow. Exactly. So I see this, it's not just my own life, but I see all this with my students. So which is why I am so inspired to share it, because wherever you are, you can only get better with your yoga practice. Better in every sense, with your body and with your mind. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ആൻഡ് യോഗ തമ്മിലുള്ള വ്യത്യാസം? മെഡിറ്റേഷനകത്ത് ഇങ്ങനെ ഡിഫറെൻറ്റ് ഫിസിക്കൽ പോസസ് ഒന്നുമില്ല. ഇറ്റ്സ് അബൌട്ട് കോൺസെൻട്രേറ്റിംഗ്, ലുക്കിംഗ് ഇൻ ടു യുവർ സെൽഫ്, ഷട്ടിങ് ഓഫ്, പുറത്തുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മളിലേക്ക് തന്നെ നോക്കി കുറച്ച് സമയം മറ്റൊന്നിനെ പറ്റി ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ നമുക്ക് പറ്റുകയില്ല. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. പക്ഷെ യോഗയിലെ ആസനാസിന് എങ്ങനെയാണ് മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? കാരണം മനസ്സ്, ലൈക്ക് യു സേ, നമ്മളൊന്ന് മാറി നിന്ന് നമ്മുടെ മനസ്സിനെ കാണുക, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള നമ്മളൊന്ന് അവെയർ ആവുക, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള കാര്യമാണ്. പക്ഷെ അതിന് എന്തുകൊണ്ട് നമ്മൾ ഈ ആസനാസിന്റെ സഹായം എന്തിനാണ്? വാട്ട് ഈസ് ദറ്റ് കണക്ഷൻ ബിറ്റ്വീൻ ദി ആസനാസ് ആൻഡ് ദി മൈൻഡ്? So basically, I really must thank you for bringing this deeper, because this is the topic of my next book. Oh, okay. Meditation. Right? So the thing is, there are a lot of conceptions and misconceptions, but based on the sutras, like if I say meditation, also types of meditation, right? There's the Vipassana meditation, the Buddhist meditation, the Jainist meditation. So now njan meditation samsarikkumo, I'm talking in the context of the Patanjali Yoga Sutras. Okay, appo avarku they have this Ashtanga yoga ennu parayum, 8 limbs of yoga. Appo adu nokkumbo actually we just use words loosely. Appo we think yoga, asana, meditation are all unrelated, but we have to know that 8 limbs of yogela, the 7th limb is meditation. Okay. And the 3rd limb is asana. So I'm just trying to show you that it's all connected. That meditation is not so different from asana practice. That in fact we call it a sitting meditation. If when we sit and we focus is a sitting meditation, and when we do asana practice is a moving meditation. Okay. So it doesn't mean while sitting and closing your eyes is a traditional picture, right? An image that comes into your mind. That is one way of doing it.
But this developing that awareness and consciousness and moving with that is another form of meditation. So it's not so different. Meditation because meditation is really just being present. Wherever you are, just be present. So if you can flow with your body, eventually you reach the state where you get absorbed in your body. In fact, in the Yoga Sutras, there's a term, Ananta Samapadibyam, right? So it is that state where you release that effort. Like nammal aadyam cheyumbol kore effort undav, but at one point you release that effort and it becomes that effortless state, and we just get absorbed into the position. So asana practice takes us to that same state. And to know that actually yoga is that big umbrella, but all these things are the different limbs of it. Like they call it yamas, niyamas, asana, pranayama, pratyahara, then comes dharana, concentration, then comes dhyana, meditation. Right. So to understand that it's all the same path. Okay. Yeah? Focused ആയിട്ടുള്ള ഒരു branch of yoga ഉണ്ടോ where ഇതുപോലെയുള്ള രോഗബാധിതരായിട്ടുള്ള ആളുകളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, and does yoga really help in healing or curing diseases? Scientifically ചെയ്യുന്നത് പോലെ യോഗയ്ക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടോ? See, like I said, if you see statistics, 95% of all diseases they say have its roots in stress. അപ്പോൾ ഈ stress എവിടെയാ? The stress is in the mind. Pressure, where is it being reflected? Namada body la. Correct. So actually I was just listening to a talk by my teacher, and he says like mind and body is actually one. We are just distinguishing it separate. It's also namla ainipatti alocha, we understand that when we have fear or when we have anxiety, where do we feel? We feel something in the stomach. So immediately every emotion that we have in our minds is reflected in our bodies. So mind and body is actually one. If we can address that situation in our mind through these practices, and we can do it simultaneously in the body through the asana practice, we really get a very, very beautiful healing state. And there is so much of scientific study that's being done in the West about the healing effects of meditation and the healing effects of yoga practice. Because there's a lot of evidence. Like I say, yoga or meditation, they don't need the evidence, but human minds need the evidence. And that evidence is coming from the West, where they have these new neuroimaging devices, and they're able to actually, they say actually long-term meditators, our research, they find that structures of the brain actually, change. Like there are these fear structures in the brain, it's called the amygdala. And it's supposed to be almond shaped, and they say it's like the nut that drives you nuts. So that structure actually shrinks through long-term meditation. They have found such beautiful benefits of the practice. And the most important thing is breathing of Kachida and asana practice cheyumbo, it actually resets your nervous system. Like a lot of the problems is stress. What happens when we get stressed is the stress is in the mind, right? But how does it reflect in your body? Because it releases cortisol, this hormone, right? And cortisol is a chemical that is very, very acidic in nature. And that increases the inflammation in the body. And today if you see also most diseases are a result of inflammation. So nammal asana practice cheyumbo, yoga practice cheyumbo, meditative practices cheyumbo, that actually soothes that whole system. It releases different hormones like dopamine, serotonin, happy hormones, and those hormones actually are alkaline in nature. So these practices actually change the pH nature in your body. ഇതിനും അപ്പുറം നമുക്ക് പ്രൂഫിന്റെ ആവശ്യമില്ല that yoga meditation ഒക്കെ വെറുതെയാണ്, നമ്മളെ സഹായിക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്ന, പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് ഇപ്പോൾ. അതിന്റെ പോപ്പുലാരിറ്റി അത്രമാത്രം ആയി കഴിഞ്ഞു. പക്ഷെ എങ്കിൽ കൂടി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി മനസ്സിലാക്കുക, ഇത്രത്തോളം മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതിനെ പിന്തുണയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സയന്റിഫിക് എവിഡൻസസ് ഒരുപാട് നമ്മുടെ മുൻപിലുണ്ട്. ഐ മസ്റ്റ് സേ ശൈലജ, ഇതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, എനിക്ക് തന്നെ ഒരുപാട് റിലീഫ് തന്ന ഒരു ക്വിക്ക് 30 minutes ആയിരുന്നു. ആൻഡ് ഇനിയും ഒരുപാട് ഐ വുഡ് ലവ് ടു ബി ഇൻ ടച്ച് വിത്ത് യു. ആൻഡ് എനിക്ക് ഇതിന്റെ ഒരു കോപ്പി എന്തായാലും വേണം, എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഇവിടെ വന്ന് ഇത്രയും റെലവെന്റ് ആയ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരുപാട് സിമ്പിൾ ആയിട്ട് ചിരിച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ദീപ. അപ്പോൾ എന്തായാലും ഇന്നത്തെ സുദിനം ഇവിടെ പൂർണ്ണമാകുകയാണ്. സുദിനം പൂർണ്ണമാകുമ്പോൾ ഇന്ന് ഇത്തിരി സന്തോഷത്തോടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ടോ ഉണ്ടെങ്കിൽ ദയവായി ഈ ഒരു അധ്യായത്തെ ഇവിടെ അവസാനിപ്പിക്കാതെ ഇതിൽ നിന്നും ഒരു കാര്യമെങ്കിലും മനസ്സിലേക്ക് എടുക്കുക. ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊരു ചിന്ത മാത്രമാണ് എന്നോർത്ത് അതിനെ കുറച്ച് ലൈറ്റായിട്ട് കണ്ട് നമുക്കതിനെ മാറ്റാവുന്നതേ ഉള്ളൂ എന്നൊരു അവയർനെസ്സും ഒരു കോൺഫിഡൻസും വന്നാൽ
അതിൻ്റെ ഒരു പകുതി പ്രശ്നം മാറിക്കഴിഞ്ഞു. ആ ഒരു ചെറിയ ടേക്ക് അവേ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്കൊക്കെ ഉണ്ടാവട്ടെ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട ഇമെയിൽ ID ddsudanam@gmail.com.